പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുമീത്തു വഇലൈഹി തുർജഊൻ. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവാണ് നമ്മയൊക്കെ ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നതും അവൻ തന്നെ. പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നമ്മളെല്ലാം മടങ്ങി വരുന്നു. അപ്പം എന്താണ് ഈ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ, എൻ്റെ അറിവിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിനൊരു എൻഫീൽഡ് ബൈക്ക്, അതുപോലെ തന്നെ ബുള്ളറ്റ് ഇതൊക്കെ ഉണ്ട്. അദ്ദേഹം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ഒരു ആളുകളുടെ വിനോദം എന്തെന്ന് വെച്ചാൽ ബൈക്ക് മൊത്തം പാർട്സുകളും കഴിക്കും. മൊത്തം ബൈക്കിന് വലിയ താല്പര്യമുള്ളതാണ്, കുറച്ച് ഇതിൻ്റെ എൻജിനീയറിങ് പഠിച്ചതുമാണ്, ഓട്ടോമൊബൈൽ എൻജിനീയറിങ് പഠിച്ചതാണ്. മൊത്തം എൻജിൻ അടക്കം അയച്ച് എന്ത് ചെയ്യും, അത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വീണ്ടും ഫിറ്റ് ചെയ്യും. ഇപ്പോഴും ഹരാണ്, ഇപ്പോഴും നല്ലൊരു സ്മൂത്താണ് വണ്ടി, അങ്ങനെ ചെയ്ത വണ്ടി നല്ല സ്മൂത്താവും എന്നൊക്കെ പറയും. അപ്പം ഈ ഒരു ഇതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഞാൻ കരുതുന്നത് അള്ളാഹു ആകുന്ന അതിലെ സത്യം, അല്ലെങ്കിൽ സത്യത്തിലുള്ള പിന്നെ അള്ളാഹുവിൻ്റെ ശരീരത്തിലുള്ള അണുക്കളെല്ലാം ഭൂമിയിലേക്ക് വന്നിട്ട് അതിലത് നല്ലവനായിട്ട് വീട്ടിലെ പോയിട്ട് തിരിച്ചെത്തുന്നത് ആരാണ് നോക്കാൻ വേണ്ടി, അല്ലേ? നല്ല ചെയ്തിട്ട് നല്ലവനായി തിരിച്ചു വരുന്നത് വീണ്ടും അള്ളാഹുവിൻ്റെ ശരീരത്തിലേക്ക് വരിക. അല്ലെങ്കിൽ പിന്നെ തൻ്റെ ശരീരത്തിലുള്ള തൂവലുകളൊക്കെ പക്ഷികളൊന്നായിട്ട് എന്ത് ചെയ്ത് പക്ഷികളിൽ കുടഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തൂവലുകളും താഴെ വീഴുമെന്ന് കരുതുക. വീണ്ടും പക്ഷി ഉദ്ദേശിച്ചാൽ ആ തൂവലുകളൊക്കെ വീണ്ടും ശരീരത്തിലേക്ക് വരുമെന്ന് കരുതുക. അങ്ങനെ പക്ഷി എന്ത് ചെയ്തു, തൂവലൊക്കെ കുടഞ്ഞു നോക്കിയപ്പോൾ കുറേ തൂവലൊക്കെ ചെള്ളും കേടുമാണതൊക്കെ, കുറേ തൂവലൊക്കെ രോഗബാധിതയാണ്. അപ്പോൾ ആ തൂവലുകളൊക്കെ ഒഴിവാക്കി നല്ല തൂവൽ മാത്രം ശരീരത്തിൽ വെച്ചു. അപ്പോൾ ഒന്നും കൂടി ആ പക്ഷി ഉഷാറായി പറക്കാൻ കഴിയും. അതുപോലെ ഒരു ഇതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് കരുതുന്നു. മാറുള്ള അള്ളാഹുവിൻ്റെ ശരീരത്തിലെ അണുക്കൾ, അള്ളാഹുവിൻ്റെ ശരീരം എന്ന് പറയാൻ പാടില്ല, അള്ളാഹു ഒരു ശക്തിയാണ്, സത്വം എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ എല്ലാ അണുക്കളും ഭൂമിയിൽ വന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലെല്ലാ അനുഭവങ്ങളെല്ലാം, പഞ്ചേന്ദ്രിയങ്ങളെല്ലാം അനുഭവങ്ങൾ മനസ്സിലാക്കി, കാമം, മോഹം, അല്ലേ, കാമം, ക്രോധം, എല്ലാ വികാരങ്ങളും പിന്നെ ജയിച്ചടക്കി, സ്നേഹം, സകല വികാരങ്ങളും മനസ്സിലാക്കി ഭൂമി സകല ഭക്ഷണങ്ങളും കഴിച്ച് സഞ്ചരിച്ച് വീണ്ടും അള്ളാഹുവിലേക്ക് നല്ലതായിട്ട് എത്തിച്ചേരും. ആ നല്ലതായി എത്തിച്ചേരുന്നത് വീണ്ടും അള്ളാഹു എന്നതിലേക്ക് കയറി വരിക, അള്ളാഹു എന്ന ശക്തിയിലേക്ക് വീണ്ടും കയറി വരിക. നമ്മളെല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ എന്താവും, നമ്മളെല്ലാവരും ഭൂമിയിലും സകല മനുഷ്യരും അള്ളാഹു എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. എല്ലാവരും അള്ളാഹുവിൻ്റെ ആളുകളാണ്. ശരി, അള്ളാഹു പറഞ്ഞ അപ്പുറത്തേക്ക് ഒരാളും ചെയ്യില്ല ഭൂമിയിൽ. ഒരു നേതാവ് ഉണ്ടെന്നും കൂട്ടുക, ആ നേതാവ് പറഞ്ഞ അപ്പം അനുസരിക്കും. ഇപ്പോൾ കോക്രോച്ച് പാർട്ടി നമുക്കറിയാമല്ലോ. ഒരു കേന്ദ്രമന്ത്രി എന്തോ പരിഹസിച്ചു, വെറും പാറ്റകളാണ് വെച്ചാൽ യുവാക്കളാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. അവർ മന്ത്രിമാർക്കെതിരെയും പല പരാതികൾ പറയാൻ തുടങ്ങിയപ്പം അയാൾ പറഞ്ഞു, ഈ കൂറകളൊന്നും നമ്മൾ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞു, പണിയും സ്വരമില്ലാത്ത കൂറകളാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു. അത് യുവാക്കൾക്ക് വളരെ വിഷമമുണ്ടാക്കി. അങ്ങനെ ഒരു കോക്രോച്ച് പാർട്ടി എന്നുണ്ടാക്കി, അത് വലിയ പിന്നെ ഫോളോവേഴ്സിനൊക്കെ കിട്ടി. 2 കോടി ഓളം ഫോളോവേഴ്സിനെ കിട്ടി. BJPയുടെ ഇതിന് പിന്നെ എത്ര 7 ലക്ഷത്തിലുണ്ടാവുള്ളൂ. ഇതിൽ BJP പിന്നെ എക്സ് അക്കൗണ്ടിൽ വെറും 7 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളൂ. കാരണം എത്ര വർഷമായി എക്സ് അക്കൗണ്ട് തുടങ്ങിയ മുതൽക്ക് രൂപീകരിച്ച BJPയുടെ പിന്നെ ആ അക്കൗണ്ടിന് വെറും കിട്ടിയത് 7 ലക്ഷമാണ്. പക്ഷേ ഈ കോക്രോച്ച് പാർട്ടിക്ക് വെറും 4 ദിവസം കൊണ്ട് കിട്ടിയ 2 കോടിയാണ്. അപ്പോൾ ഇതുവരെയ്ക്ക് വലിയൊരു മാനഹാനി ഉണ്ടാക്കി BJP നേതാക്കൾക്ക്. അവർ ആ പാർട്ടി ആ അക്കൗണ്ട് പൂട്ടിച്ചു. പക്ഷെ വീണ്ടും മറ്റൊരു അക്കൗണ്ട് തുറന്നു. അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എന്നിട്ട് ഈ കോക്രോച്ച് പാർട്ടി എന്ത് ചെയ്തു, ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പിന്നെ നാളെ
ഒരു മനുഷ്യ ചങ്ങല. അപ്പോൾ ആ പാർട്ടിയുടെ സ്ഥാപകൻ, സോഷ്യൽ മീഡിയ സ്ഥാപിച്ച വ്യക്തി അമേരിക്കയിലാണ്. അഭിജിത്ത് എന്നൊക്കെ പേര്. അവനെന്ത് ചെയ്തു, അതിവിടെ പ്രസ്താവിക്കും, നാളെ എത്ര മണിക്ക് ബാംഗ്ലൂർ നഗരത്തിൽ മനുഷ്യ ചങ്ങല എല്ലാവരും പങ്കെടുക്കണം. അപ്പം എന്ത് ചെയ്ത് കേൾക്കുന്ന എല്ലാ ബാംഗ്ലൂർ പ്രദേശത്തും ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരും അവിടെ വന്ന് മനുഷ്യ ചങ്ങലയിൽ പങ്കെടുക്കുന്നു അല്ലേ. അപ്പോൾ അഭിജിത്ത് അവിടെ നിന്ന് പാടുന്നു, ഇവരെല്ലാവരും കേൾക്കുന്നു, അനുസരിക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി മുഴുവനും ഒരു കാര്യങ്ങൾ പറയുന്നു, അത് ലോകത്തെ മുഴുവൻ മനുഷ്യരും അനുസരിക്കുന്നു. അങ്ങനെ വരുമ്പം വളരെ എളുപ്പം എന്ത് കാര്യം സാധിക്കും, മനസ്സിലായില്ല. ഇപ്പം ബാബരി മസ്ജിദ് പൊളിച്ചത് എങ്ങനെയാണ്? ഇന്ത്യയിലെ മുഴുവൻ കർഷകരെയും വിളിച്ചു പള്ളിക്ക് മുമ്പിലുള്ള പുല്ലുകൾ വെട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എല്ലാവരും വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, മൊത്തം ആ പള്ളി അങ്ങോട്ട് പൊളിച്ചു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞ പോലീസുകാർക്ക്. കാരണം അത്രക്കും കർഷകരുണ്ട്, എണ്ണിയാൽ തീരാത്ത കർഷകർ വന്നപ്പോൾ പോലീസുകാർക്ക് ഒതുങ്ങി കൊടുക്കാനേ കഴിയുള്ളൂ. കാരണം ജീവൻ എല്ലാവർക്കും പേടിയുണ്ടല്ലോ. പള്ളി കൊണ്ട് പൊളിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയുടെ പഠിപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തായി സോഷ്യൽ മീഡിയ ഒക്കെ അള്ളാഹു വളരെ സജീവമാക്കി തന്നപ്പോൾ ജൂതന്മാരാണ് ചെയ്യുന്നതെങ്കിലും അതൊക്കെ നിമിത്തമാണ്, ജൂതന്മാർ നിമിത്തമാണ്, അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഏതെങ്കിലും വ്യക്തി പറയുകയാണ് എന്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, മോദിയെ താഴത്ത് ഇറക്കണം എന്ന് പറയുകയാണെങ്കിൽ, ഡൽഹിയിലും പരിസരപ്രദേശങ്ങളിലും മുഴുവൻ വ്യക്തികളും വന്നിട്ട് പാർലമെൻറ്റ് വളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാർക്ക് എല്ലാവരും വെടിവെച്ച് കൊല്ലാൻ പറ്റില്ലല്ലോ. അത്രയും പേര് വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് യുണൈറ്റഡ് നേഷൻ മറ്റൊക്കെ നമ്മെ അപലപിക്കും ഈ വിഷയത്തെപ്പറ്റി. അപ്പോൾ എല്ലാവരും വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ യോഗം വിളിക്കും, കാര്യങ്ങൾ പറയും, അതൊന്നും കേൾക്കില്ല. മുഖ്യമന്ത്രി മോദി രാജിവെച്ചേന്ന് പറ്റൂ, അല്ലെങ്കിൽ പാർലമെൻറ്റ് തീയിടും, അല്ലെങ്കിൽ നന്നായി തീയിടും എന്ന് പറഞ്ഞാൽ മോദിക്കാരെ രാജിവെക്കാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല, രാജിവെച്ചേ പറ്റൂ. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഒരാൾ കൽപ്പിക്കുകയും അത് മൊത്തം ലോകത്തെ മുഴുവൻ ജനങ്ങളും കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിസ്റ്റമാണ് നടക്കുന്നത്. മനസ്സിലായില്ല. നമ്മുടെ ശരീരം എങ്ങനെയാണോ, ശരീരത്തിൽ തലച്ചോറിലെ ഓർഡർ കൊടുക്കുന്നു, ശരീരം വളരെ പെട്ടെന്ന് അനുസരിക്കുന്നു അല്ലേ. നമ്മളൊരു കറണ്ടിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വേഗം നമ്മളെ വിരൽ എന്ത് ചെയ്യും, വേഗം പിൻവലിക്കും. അത് ഉടനടി എന്ത് ചെയ്യും, ആ തലച്ചോറ് സന്ദേശം കൊടുക്കുകയാണ്, പിൻവലിക്കുകയാണ്. കൈ വേഗം അതെന്ത് ചെയ്യും, കൈയിലെ ഞരമ്പുകൾ വേഗം അത് പിൻവലിക്കുന്നു. ഒരു ഓർഡർ കൊടുക്കുകയും ഉടനെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ശരീരത്തിന് മറ്റ് ഒരു കുഴപ്പങ്ങളും പറ്റില്ല. പക്ഷേ ഈ ഓർഡർ കൊടുക്കുന്നത് ഈ ശരീരം കേട്ടില്ല, കൈ കേട്ടില്ല, കൈയിൻ്റെ വിരൽ അനുസരിച്ച് തലച്ചോറ് പറയുന്നത് കേൾക്കാൻ ഇന്നപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ശരീരം മൊത്തം നശിക്കും. പറഞ്ഞു വരുന്നത് ഒരാൾ ഓർഡർ കൊടുക്കുന്ന ആൾ നല്ല വ്യക്തിയായിരിക്കണം, നല്ല ദൈവബോധവും അള്ളാഹുവിനെ പറ്റി അറിവും അള്ളാഹുവിനെ വളരെ ബന്ധവുമുള്ള ഒരാളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇതാണ് ആ ശക്തി ആ വ്യക്തിയിലൂടെ പ്രകടമാവുക. അപ്പോൾ ഈ വ്യക്തി പറയുന്ന മൊത്തം ജനങ്ങളും കേൾക്കും. അപ്പോൾ മൊത്തം ജനങ്ങളും കൂടി ചേർന്ന് അള്ളാഹുവായി. മനസ്സിലായി. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നമ്മൾ എന്ത് ചെയ്തു, കോശങ്ങളും ജീവൻ നൽകിയ ഭൂമിയിലേക്ക് വിട്ടു. അങ്ങനെ കുറേ കോശങ്ങൾ നശിച്ചുപോയി, നല്ല കോശങ്ങൾ മാത്രം തിരിച്ച് നമ്മളിലേക്ക് വന്നു. അങ്ങനെ ആ കോശങ്ങളൊക്കെ കോശങ്ങളോട് കോശങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ഭാഗം തലച്ചോറായി. ആ തലച്ചോറ് കോശങ്ങളൊക്കെ കാര്യങ്ങൾ ഉടനെ ആ കോശങ്ങൾ അനുസരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ജീവിയായിട്ട് മാറും. എല്ലാ ജീവജാലങ്ങളൊക്കെ ഈ പ്രവർത്തിക്കുന്നത് ഈ തലച്ചോറുള്ളത് കൊണ്ടാണ്. അതായത് ഈ എല്ലാ കോശങ്ങളോടും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, നാഡികളോടും മറ്റു ഞരമ്പുകളും കണ്ണിനോടും ഒക്കെ നിർദ്ദേശം കൊടുക്കുന്ന തലച്ചോറാണ്. അത് ഉടനെ കേട്ട് അത് വേഗം അതിൻ്റെ പ്രതിവിധി ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാ ജീവികളും നിലനിൽക്കുന്നത്. അല്ലാതെ കണ്ണ് പറയുന്നത് അനുസരിക്കാതെ നടക്കുകയാണെങ്കിലോ നമ്മൾ പല കുഴികളിൽ പോയി ചാടും അല്ലേ. വലിയൊരു കുഴിയുണ്ട്, കണ്ണ് അത് മനസ്സിലാക്കി ഉടനെ അത് തലച്ചോറിന് കൊടുത്ത് തലച്ചോറ് വേഗം എന്ത് ചെയ്തു, കാലിനോടും കയ്യിനോടും അങ്ങോട്ട് പോകരുത് എന്ന് നിർദ്ദേശം കൊടുത്തു അല്ലേ. കാല് ഉടനെ അവിടെ നിന്നു, അപ്പോൾ അപകടത്തിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതുപോലത്തെ അള്ളാഹു എന്ന ശരീരത്തിലെ അണുക്കളാണ് നമ്മളൊക്കെ. അപ്പം നമ്മൾ നല്ലവരായി ജീവിച്ച് അള്ളാഹു പഠനമായി ജീവിച്ചു കഴിഞ്ഞാൽ
അള്ളാഹു എന്ന ശരീരത്തിലേക്ക് വേണ്ട അണുക്കൾ തന്നെയായി മാറും. നമ്മൾ കഴിവ് തെളിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ ശരീരത്തിലേക്കുള്ള അണുക്കളാണ്, നമ്മൾ യോഗ്യനാണ്, വീണ്ടും ആ ശരീരത്തിലേക്ക് നമ്മൾ കയറാൻ നമ്മൾ യോഗ്യനാണ് എന്ന് ഈ അണുക്കൾ കഴിവ് തെളിച്ചു. അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ശരീരത്തിലേക്ക് കയറാം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹൽ നഫ്സുൽ മുത്മഇന്ന വലിയ സമാധാനം പ്രാപിച്ച ആത്മാവെ എന്ന് അള്ളാഹുലേക്ക് മടങ്ങി വരൂ എന്നുള്ള ഒരു വാക്ക് ഖുർആനിലുണ്ട്. ദുഹുലിബി ജന്നത്തി, സ്വർഗത്തിലേക്കും പ്രവേശിച്ചുകൊള്ളും. അപ്പം അള്ളാഹുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇപ്പം വിശ്വാസിയുടെ ശരീരത്തിൽ പിന്നെ അതിലെ എല്ലാ അവയവങ്ങൾക്കും മറ്റു കോശങ്ങൾക്കും പണിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ടെൻഷനൊന്നുമില്ല, അവർക്ക് പണി സുഖമായിട്ട് ചെയ്യാം. സന്തോഷമാണ് അങ്ങനെ ശരീരം കിട്ടുന്നത്. പിന്നെ ശരീരത്തിലെ അവയവങ്ങൾക്കും ശരീരത്തിലെ ജിന്നുകളുണ്ടെന്ന് കൂട്ടാം, മാലാഖമാരുണ്ടെന്ന് കൂട്ടാം. അവർക്കൊക്കെ ആ ശരീരം വളരെ ആഹ്ലാദകരമായിരിക്കും. കാരണം യാതൊരു ടെൻഷനുമില്ല, സുഖമായിട്ട് പണിയെടുക്കാം, യാതൊരു അണുക്കളുമില്ല, സുഖമായിട്ട് പണിയെടുക്കാം. അപ്പം പക്ഷെ ആ ശരീരം എന്ത് ചെയ്യും, ഏറ്റവും നല്ല കോശങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പം ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ച് കഴിവ് തെളിച്ച് വന്ന ആ കോശങ്ങൾക്ക് സന്തോഷത്തോടു കൂടി കയറാം ആ ശരീരത്തിലേക്ക്, അല്ലേ? ക്ലാസ്സിൽ നല്ലവണ്ണം ശ്രദ്ധിക്കുകയും പാഠങ്ങളൊക്കെ കൃത്യമായി പഠിക്കുകയും ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യുന്ന വ്യക്തിക്ക് സന്തോഷത്തോടു കൂടി പരീക്ഷയിൽ പങ്കെടുക്കാം. വിജയിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സന്തോഷത്തോടു കൂടി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. ഏറ്റവും മാർക്ക് വാങ്ങിയ കുട്ടിയാണ്, ആ കുട്ടിക്ക് ഏത് ഇൻ്റർവ്യൂവിലും സന്തോഷത്തോടു കൂടി ഉറപ്പാണ് ജോലി. അതുപോലെ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടു കൂടി അള്ളാഹു എന്ന ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹുവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നായി മാറിയില്ലേ? ശരീരത്തിൽ എല്ലാം ഒന്നാണല്ലോ, അല്ലേ? മൊത്തം ശരീരത്തിൽ കൈ വേറെ കാല് വേറെ എന്ന് നമ്മൾ പറയാറുള്ളൂ. ഒക്കെ എല്ലാം കൂടി ചേർന്നാണ് ശരീരം. അപ്പം അള്ളാഹു എന്ന ശരീരത്തിലേക്ക് ഓരോരോ അണുക്കളുമാണ് ഓരോ മനുഷ്യരും. അപ്പം നമ്മളിൽ നിന്നൊന്നും ഉണ്ടാവില്ല, നമ്മളെല്ലാം ഒന്നാണ്, മനസ്സിലായി? പിന്നെ ഓരോ കോശങ്ങൾ, കൈ കാല്, കാലിൻ്റെ കോശം, കൈയിൻ്റെ ഉള്ള കോശം, കണ്ണിൻ്റെ കോശങ്ങളെന്ന് പറയാറില്ല, എല്ലാം കൂടി ചേർന്നാണ് മനുഷ്യൻ. അപ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. അപ്പം അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗമായി മാറുക, അങ്ങനെയുള്ള യഥാർത്ഥ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമ്മളെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.